ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സാർവത്രിക സഭയിലെ ഏറ്റവും പുരാതനമായ തിരുനാളുകളിലൊന്നാണ് പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. 1950 കത്തോലിക്ക സഭ മാതാവിൻ്റെ സ്വർഗാരോപണത്തെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയം അവളുടെ ഇഹലോകവാസം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആത്മശരീരങ്ങളോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇതാണ് കത്തോലിക്ക സഭയുടെ ദൈവമാതാവിനെക്കുറിച്ചുള്ള വിശ്വാസ സത്യം. എന്തുകൊണ്ടാണ് മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്? കാരണം മാതാവ് തൻ്റെ വിളിയോട് വിശ്വസ്തത പുലർത്തി. ഈ വിശ്വസ്തത മാതാവിൻ്റെ ജീവിത സാക്ഷാത്കാരത്തിനുള്ള സമ്മാനമായി നിലകൊണ്ടു. ആ സമ്മാനമാണ് വാങ്ങിപ്പ് അഥവാ സ്വർഗാരോപണം. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രത്യാശയും ചൂണ്ടുപലകയുമാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം. എന്നാൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം മരണമല്ല, ഒരു പുതുജീവനാണ് സ്വർഗാരോപണം. പരിശുദ്ധ അമ്മയെ ഏറ്റവും നിർമ്മലയാക്കി മാറ്റിയത് ഈശോയെ തൻ്റെ ശരീരത്തിലും ഹൃദയത്തിലും സ്വീകരിച്ചതിനാലാണ്. നമ്മൾ ഓരോരുത്തർക്കും ക്രിസ്തീയമായ ദൗത്യം നൽകപ്പെട്ടിട്ടുണ്ട്. മാമോദീസായിലൂടെ നാം സഭയുടെ മക്കളായി തീർന്നിരിക്കുന്നു. നമുക്കും മാതാവിനെ പോലെ നമ്മുടെ വിളിയോട് വിശ്വസ്തത പുലർത്തി പ്രത്യാശയോടുകൂടി ജീവിക്കാം.